ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സമാധാനം വന്നു എന്ന് പറയുമ്പോഴും സമാധാനം അകലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഇത് സമാധാന കരാറിന്റെ ഈ സംഭവം വന്നപ്പോഴും നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇത് തീർന്നു എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ നമ്മുടെ ഈ ചർച്ചയ്ക്ക് കൊടുത്ത ടൈറ്റിൽ തുടരും എന്നായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ സമാധാന കരാർ ഒപ്പിട്ടപ്പോൾ ഇപ്പോഴും ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഹോർമൂസിൽ യാതൊരുവിധ കളികളും ഇനി നടക്കില്ല. ഹോർമൂസ് പഴയ പോലെ ആയിരിക്കില്ല. ഇറാന് യുദ്ധത്തിന് മുമ്പുള്ളൊരു ഹോർമൂസ് ഉണ്ട്, അതുപോലെ നോക്കണ്ട, ഇനിയിപ്പോ നിങ്ങൾ അതുപോലെ മാറാനായിട്ട് പോകുന്നില്ല എന്ന് ഇറാനും ട്രംപിന് മറുപടി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഏത് നിമിഷവും വീണ്ടും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ പല ലോകരാജ്യങ്ങളും പല രീതിയിലുള്ള ബദലുകൾ ഇപ്പോ തന്നെ അത് നോക്കി വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ തന്നെ പല രീതിയിലുള്ള ബദലുകൾ, എണ്ണ കൊണ്ടുവരാനായിരുന്നെങ്കിലും എഥനോളിന്റെ ഉത്പാദനത്തിലാണ്. നമ്മൾ വിചാരിച്ചു ഈ എഥനോൾ ഈ ഹോർമോസ് തുറക്കുമ്പോൾ അതിന്റെ ഉത്പാദനം നേരിയ രീതിയിൽ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ല കൂടുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ഞെട്ടുന്നുണ്ട് ഇന്ത്യയുടെ എഥനോളിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ എണ്ണ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോരാത്തതിന് ഈ ഹോർമൂസ് തുറന്ന ഈ ഒരു സാഹചര്യത്തിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ പെട്രോൾ വില എന്തുകൊണ്ട് കുറയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ അത് കുറയ്ക്കുന്നുമില്ല. അപ്പൊ അതും നമുക്ക് മുൻനിർത്തി വേണം ഈ വിഷയങ്ങൾ വിലയിരുത്താൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്താണ് തോന്നുന്നത്, ഈ സംഭവം എവിടെ ചെന്ന് അവസാനിക്കും? ഈ പെട്രോൾ വില കുറയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതാണ്, ഒരിക്കൽ കൂടി പറയാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അത് കുറയും. കാരണം നമ്മുടെ ഈ പെട്രോളിയം മന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ശുദ്ധീകരിച്ച് ഇപ്പോൾ നമ്മൾ അടിക്കുന്ന ഈ പെട്രോൾ ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, പെട്രോൾ ആയാലും ഡീസൽ ആയാലും, അത് മുൻപ് ഇവിടെ കൊണ്ടുവന്ന ക്രൂഡ് ഓയിലാണ് നമുക്ക് ശുദ്ധീകരിച്ച് തരുന്നത്. അല്ലാതെ അവിടെ വില കുറയുമ്പോൾ അതേ സമയത്ത് തന്നെ ഇവിടെ വില കുറയുന്ന ടെക്നിക്കൊന്നുമില്ല. കാരണം ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ഇവിടെ ശുദ്ധീകരിക്കുകയാണ്. അവിടുന്ന് 10 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന കമ്പനികൾ ഇവിടെ അത് 8 രൂപയ്ക്ക് നമുക്ക് തരാൻ യാതൊരു സാധ്യതയുമില്ല. അവരുടെ പ്രോസസ്സിംഗ് ചാർജും എല്ലാം കഴിഞ്ഞ് എങ്ങനെ പോയാലും 10-12 രൂപയ്ക്ക് തരും. പിന്നെ സംസ്ഥാന സർക്കാരുകളുടെ ടാക്സും എല്ലാം കൂടെ ഒരു 10-15 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, കിട്ടും. അപ്പോൾ ഈ 10 രൂപയ്ക്ക് മേടിച്ചൊരു കാര്യം 8 രൂപയ്ക്ക് തരാൻ അവർ മുതിരില്ല. ഇനി വില കുറയുന്ന സമയത്ത് വരുന്ന ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, ആ സമയത്ത് അതിന്റെ വേരിയേഷൻ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും പറയുന്നത് പാകിസ്ഥാനിൽ കണ്ടില്ല വില കുറഞ്ഞത്, കണ്ടില്ലെന്ന്. ഇനി അതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടെ പലരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പാകിസ്ഥാനിൽ എത്ര സ്ഥലത്ത് എണ്ണ കിട്ടുന്നുണ്ടായിരുന്നു ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം? പമ്പുകൾ ബഹുഭൂരിപക്ഷം അടച്ചിട്ടു. അവിടുത്തെ സ്കൂളുകൾ, ഈ പറയുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലാം ഷട്ട് ഡൗണിലേക്ക് പോയി. നമ്മൾ തന്നെ വാർത്ത ചെയ്തത് അത്. മാസങ്ങളോളം ഷട്ട് ഡൗണാണ്. വീട്ടിൽ ഇരുന്നിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പമ്പുകളില്ല, വളരെ കുറച്ച് പമ്പുകളേ ഉള്ളൂ. ആ പമ്പുകളിലേക്ക് എന്ത് പറ്റി? എല്ലാ ദിവസവും 100-50 രൂപ വെച്ച് കൂട്ടിക്കൂട്ടി ഒറ്റയടിക്കൊക്കെ 300 രൂപ കൂട്ടിയ ദിവസങ്ങളുണ്ട്. ഇത്രയും രൂപയാണ് കൂട്ടി വെച്ചിരിക്കുന്നത്. അതിൽ നിന്നൊരു തുച്ഛമായ രൂപയാണ് കുറച്ചിരിക്കുന്നത്. അതായത് അവിടെ പാകിസ്ഥാനിൽ 250 രൂപ എങ്ങാണ്ട് ആയിരുന്ന പെട്രോളിന് 600 രൂപ ആക്കിയിട്ട് അതിൽ നിന്ന് 5-10 കുറച്ചാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ എങ്ങും പെട്രോൾ കിട്ടാത്തൊരു സാഹചര്യം ഈ യുദ്ധകാലയളവിൽ ഉണ്ടായിട്ടില്ല, എങ്ങും ഉണ്ടായിട്ടില്ല. ഗ്യാസിന്, ഇൻഡസ്ട്രിയൽ ഗ്യാസിന് മാത്രം ഒരു ചെറിയ ഷോർട്ടേജ് ഇടയ്ക്ക് വന്നിരുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഈ യുദ്ധം മൂലം പെട്രോളോ ഡീസലോ ഇല്ലാതെ വന്നിട്ടില്ല. ഒരു പമ്പിന്റെ മുമ്പിലും ക്യൂ ഉണ്ടായിട്ടില്ല. വണ്ടികൾ എങ്ങും നിശ്ചലമായിട്ടില്ല. നമ്മുടെ ഗതാഗതമായാലും ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ ചരക്ക് ഗതാഗതമായാലും ഒന്നും നിലച്ചിട്ടില്ല. നമുക്കതിന് ആൾട്ടർനേറ്റീവ് സംവിധാനങ്ങളുണ്ട്. ട്രെയിനും ഒക്കെ വളരെ സജീവമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ കുറെ സംവിധാനം നമുക്കുണ്ട്. പക്ഷെ അത്രയും പാകിസ്ഥാനില്ല. ഇതാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ കഥ. അവർ കുറച്ചു എന്ന് പറയുന്നത് സത്യമാണ്. അതിനകത്ത് അവരുടെ യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർ എത്ര കൂട്ടി, അതിന് എത്ര കുറച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2, അവിടുത്തെ എത്ര പമ്പിൽ എണ്ണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക. എത്ര പമ്പ് അവിടെ തുറന്നു പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ഇനി വളരെ ഭീതിജനകമായ കാര്യങ്ങൾ പാകിസ്ഥാനുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അവിടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വെട്ടിക്കുറച്ചു ഈ യുദ്ധം ഉണ്ടായപ്പോൾ. എന്നിട്ട് പറഞ്ഞു വീട്ടിൽ ഇരുന്ന് പണിയെടുത്തോളാൻ പറഞ്ഞു. വീട്ടിൽ ഇരുന്ന് പണിയെടുക്കുമ്പോൾ അലവൻസും കാര്യങ്ങളെല്ലാം, ഓഫീസിൽ ഇരിക്കുമ്പോൾ സംഭവങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു. 30-50% വരെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തന്നെ അവിടെ വെട്ടിക്കുറച്ചു കഴിഞ്ഞു. ഇത്രയും ദുരിതം കൊടുത്തിട്ട് 15 രൂപ കുറച്ചു കൊടുക്കുന്നതിന് എന്താ ലാഭമുള്ളത്? അതാണ് ഒന്ന്. ഇന്ത്യയിൽ നാമമാത്രമായൊരു തുകയെ കൂടിയിട്ടുള്ളൂ. ഒരു വലിയ ഇമ്പാക്ട് നമുക്ക് വരേണ്ടി വന്നില്ല. ഒരുപക്ഷെ ഭാവിയിൽ വരുമോ എന്നും അറിയില്ല. ഇത് എത്ര നാളെ ഇത് തുടരാൻ കഴിയുമെന്നും അറിയില്ല. കാരണം കഴിഞ്ഞ 1 വർഷമായിട്ട് തന്നെ ഈ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഒന്നും ഡിസ്കൗണ്ട് നമുക്ക് ഇല്ലായിരുന്നു. കാരണം എല്ലായിടത്തും ഹൈ ടെൻഷൻ നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ എണ്ണ കിട്ടാത്തൊരു സാഹചര്യമൊക്കെ നമുക്ക് അനവധി പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ വീണ്ടും ഹോർമുസ് തുറന്നിരിക്കുന്നു. ഇവിടെ ഇറാൻ പറയുന്ന കാര്യം, ഈ ചർച്ചയ്ക്ക് പോയ അവിടെ ഒരു സ്പീക്കറുണ്ട്. ആ സ്പീക്കറിന്റെ പേര് മുഹമ്മദ് ബാഗൽ ഗാലിബാബ് എന്നാണ്. ഈ മുഹമ്മദ് ഗാലിബ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിറങ്ങിയാണ് ആദ്യം പുള്ളി പറഞ്ഞ കാര്യം, ഹോർമുസ് ഇനി പഴയതുപോലെ ആകില്ല, ഞങ്ങളുടെ അണ്ടറിലാണ്,
ഞങ്ങളാണ് ഇനി അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ഞങ്ങൾ പാലിക്കും, പക്ഷെ ഞങ്ങളുടേതായ ചില കാര്യങ്ങൾ, അതായത് ഇവരിപ്പോൾ ചെയ്യുന്നത് ഫീസ് വെക്കുക അല്ല ചെയ്യുന്നത്, പകരം ഈ കപ്പലുകൾക്ക് ഇൻഷുറൻസ്, അവരുടെ ഇൻഷുറൻസ് എടുക്കണം. അതിൻ്റെതായ ചില കാര്യങ്ങൾ എങ്ങനെ പോയാലും പൈസ ചെല്ലും, അതാണ് സംഭവം. ഇപ്പൊ ട്രംപ് പറയുന്നത് ഇനി ഇവന്മാർ പഴയ കണക്കാണ് പോകുന്നതെങ്കിൽ എനിക്കിനി വേറൊന്നും നോക്കാനില്ല, ഞാൻ ഇവന്മാരെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട്. അതായത് 2 ദിവസം സ്വിറ്റ്സർലൻഡിൽ നടന്നത് എന്താണെന്നുള്ള കാര്യം ആർക്കും ഒരു പിടുത്തവും ഇല്ല. രണ്ടു കൂട്ടരും അഴകുഴമ്പൻ രീതിയിൽ പറയുന്നുണ്ട്. 14 ഇന നിർദ്ദേശങ്ങളാണ് ചർച്ച ചെയ്തത്. അത് ഞങ്ങൾ ചർച്ച ചെയ്യും, ഇനിയും ചർച്ച ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ അവിടെ നടന്ന ചില നാടകീയ നീക്കങ്ങൾ, ഖത്തർ ഭരണാധികാരി അവിടെ എത്തിയിരുന്നു ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങേര് JD വാൻസിനെ മൈൻഡ് ചെയ്യാതെ ഷഹബാസ് ഷെരീഫിനെ മുനീറിനെ കെട്ടിപ്പിടിക്കുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്തതാണ് വൈറലായത്. എനിക്ക് തോന്നുന്നത് ആ സമാധാന യോഗത്തിന്റെ വൈറൽ ദൃശ്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയത്. അതിനിടയ്ക്ക് ഇറാന്റെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി, 3 പേരും ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷഹബാസ് ഷെരീഫിന്റെയും മുനീറിന്റെയും ഭാവങ്ങളും ഭാവചേഷ്ടകളും മറ്റൊരു വീഡിയോ വൈറൽ. അങ്ങനെ വൈറൽ വീഡിയോയുടെ ഒരു കാര്യമായിരുന്നു. അവിടെ എന്താണ് ചർച്ച ചെയ്തതെന്നോ എന്തെത്തിയെന്നോ ഒരു മാധ്യമങ്ങളും കൊടുത്തില്ല. പ്രത്യേകിച്ച് ഈ ട്രംപ് അനുകൂലമായിട്ടുള്ളതോ ഇല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങളോ ഒന്നും തന്നെ ഈ സാധനം കൊടുക്കുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. അതിലെന്ത് പറഞ്ഞു ഏത് പറഞ്ഞു, ഒരു പുകമറയാണ്. പണ്ട് നമ്മൾ പറഞ്ഞു ഇതൊരു പുകമറയുടെ കരാറാണ്, ഒരു നീർക്കുമുള പോലെ ഒന്നാണ്. ഇതിനകത്ത് പൊട്ടാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ആദ്യവും അവസാനവും പ്രധാനമായും ഡിമാൻഡ് ആകുന്ന ഒരേ കാര്യമുള്ളൂ. അവർ പറയുന്നു ലെബനനിലെ ഷിയകൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഞങ്ങളുടെ സ്വഭാവം മാറ്റും, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ തരണമെന്ന് മുജതബ ഖമീനിയാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ലോകത്തെ മുസ്ലിം രാജ്യങ്ങളോടെല്ലാം തന്നെ ഞങ്ങൾക്ക് പിന്തുണ നൽകണം. കാരണം അതിന്റെ അർത്ഥം എന്താണ്? ലെബനനിൽ വെടിപൊട്ടു എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ലെബനനിൽ വെടിപൊട്ടി കഴിഞ്ഞാൽ ഹോർമുസിനകത്ത് പണി നടത്തും. ഹോർമുസിൽ പണി നടത്തി കഴിഞ്ഞാൽ ട്രംപിന് ഭ്രാന്ത് പിടിക്കും. പിന്നെയും വീണ്ടും ഈ കപ്പലും പടക്കപ്പലും കുന്തവും കുറച്ചക്രമൊക്കെ കൊണ്ട് പിന്നെയും വരും. അപ്പോഴും ഈ ഹോർമുസ് വഴിയുള്ള എണ്ണ ഇറാൻ പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊരർത്ഥത്തും ശരിയാണ്. കാരണം ഇനി ഇതൊന്നും പഴയതുപോലെ ആകാൻ സാധ്യതയില്ല ഈ അടുത്ത കാലത്തൊന്നും. കാരണം അപ്പോഴും നമ്മൾ ഈ പ്രതിസന്ധി വരും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവിടെ കിടക്കുന്ന ഷിപ്പുകളെല്ലാം കൂടെ എത്രയും പെട്ടെന്ന് ഊരിക്കൊണ്ട് വരിക എന്നുള്ളതാണ് പ്രധാനമായി ചെയ്യുന്നത്. റഷ്യൻ എണ്ണ നമ്മൾ കൂട്ടിയിട്ടുണ്ട്, കുറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇന്ത്യ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം നമുക്കിത് കുറച്ചിട്ട് വേറെ പോകാൻ വഴിയില്ല. അങ്ങനെ റഷ്യ എണ്ണക്കച്ചവടം നല്ല രീതിയിൽ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈൻ വഴി റഷ്യയുടെ പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകൾ, അതായത് എണ്ണ റിഫൈനറികൾ, തുറമുഖങ്ങൾ, ഇതിനെയൊക്കെ അടിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രധാനപ്പെട്ട ഈ റഷ്യയുടെ റിഫൈനറികൾ, അതുപോലെ തുറമുഖങ്ങൾ, ഇതാണ് ചെയ്യുന്നത്. കാരണം അതുവഴി വരരുത്. ഇടയ്ക്ക് നമുക്ക് വലിയ ഷോർട്ടേജ് വന്നിരുന്നു, നമുക്ക് അവിടുന്ന് ഈ ക്രൂഡ് ഓയിൽ കിട്ടാത്തൊരു സാഹചര്യം റഷ്യയിൽ നിന്ന്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപിന്റെ ഉപരോധം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന പല ചെറുകിട റിഫൈനറികളും തുറമുഖങ്ങളും ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ട് തുറമുഖങ്ങൾ അടക്കം ഡാമേജ് ആയിപ്പോയി ഈ യുദ്ധത്തിന്റെ കെടുതി കൊണ്ട്. അവിടെ നിന്ന് നമുക്കത് എത്തിക്കാൻ യാതൊരു നിർവാഹവുമില്ലായിരുന്നു. ആ ഒരു സാഹചര്യമാണ്. ഇവിടെ വീണ്ടും അതേ അറ്റാക്കാണ് അവിടെ തുടരുന്നത്. അതായത് ലോകം ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എന്താണ് ധനുഷ് ആദ്യം സൂചിപ്പിച്ച എഥനോളിന്റെ കാര്യം അല്ലെ? ആ എഥനോൾ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ എഥനോൾ ഇപ്പോൾ വലിയൊരു അതിന് കൂടിക്കൊണ്ടേയിരിക്കും. കുറയുന്ന സാധ്യത ഒട്ടും തന്നെ കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി ഈ ലോകത്ത് ഇങ്ങനെ കൂടുകയല്ല, അതിന് കുറയുമെന്ന് തോന്നുന്നില്ല. പഴയ ലെവല് ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു എന്ന് പറഞ്ഞു. ഈ വില കുറഞ്ഞ എണ്ണ എത്തിത്തുടങ്ങുന്നുണ്ട്. ആ എണ്ണ എത്തിത്തുടങ്ങി കഴിഞ്ഞാൽ വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എത്ര നാള് വില കുറഞ്ഞ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പില്ല. കാരണം ഇത് ഏത് നിമിഷവും വീണ്ടും പ്രശ്നമാകും. പ്രശ്നമായി കഴിയുമ്പോൾ പഴയതുപോലെ എണ്ണ കിട്ടുക പ്രയാസകരമാണ്. കാരണം ഈ നമ്മുടെ രാജ്യത്ത് ഇത് കണക്ക് മറ്റിടങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി എണ്ണ തരുന്ന രാജ്യങ്ങൾ ഡിസ്കൗണ്ടും നിർത്തലാക്കും. സ്വാഭാവികമായി ഇന്റർനാഷണൽ വില എന്താണ് ആ വിലയ്ക്ക് അവർ കൊടുക്കും. കാരണം അവർക്കും ഇതല്ലേ ലാഭമുള്ളത്. കാരണം നമുക്ക് എണ്ണ വേണം, അത്യാവശ്യക്കാരാണ്. നമ്മളിപ്പോ എവിടുന്നായാലും ഏത് വിലക്കായാലും എണ്ണ എടുത്തുകൊണ്ട് വന്നേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ ആ സാഹചര്യത്തിൽ അവരാരും വില കുറയ്ക്കാനും സാധ്യതയില്ല യുദ്ധം ഉണ്ടാകുമ്പോൾ. ഈ റഷ്യ എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട് തന്നതെന്ന് വെച്ചാൽ 2022 കഴിഞ്ഞപ്പോഴത്തേനും റഷ്യൻ എണ്ണ എടുക്കാൻ ആളില്ലാതായി പോയി. അപ്പൊ അവർ ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് തന്നു നമുക്ക് എടുക്കാനായിട്ട്. അവരിച്ചിരി നില മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ റേറ്റ് കൂട്ടി പതുക്കെ. ഇപ്പോഴും അവർ റേറ്റ് കൂട്ടി തന്നെയാണ് നമുക്ക് തരുന്നത്. വലിയ ഡിസ്കൗണ്ടിന്റെ വ്യത്യാസമൊന്നും നമുക്ക് കാണുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ലാഭം നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുവരുമ്പോൾ കിട്ടുന്നുമില്ല. പ്രോസസ്സിങ്ങിന്റെ ആയാലും ട്രാൻസ്പോർട്ടേഷന്റെ ആയാലും ഒക്കെ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ നിന്ന് നമ്മളിപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. കാരണം അതിന്റെ ആ എക്സ്പെൻസ് നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. ഏതായാലും ഗൾഫിലെ ഈ ശാന്തി ഒരു അശാന്തിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ രണ്ടു കൂട്ടരും നടത്തിയ പ്രസ്താവന, ഒന്ന് ട്രംപിന്റെ പ്രസ്താവന, ഞാൻ മൊത്തത്തിൽ തകർത്ത് കളയുന്നുള്ള പ്രസ്താവന. രണ്ട്, ഇപ്പോൾ ഈ പറയുന്ന അവരുടെ സ്പീക്കർ, ഈ ചർച്ചയിൽ പങ്കെടുത്ത സ്പീക്കർ മുഹമ്മദ് ബാഗൻ ഗാലിബാബ് പറയുന്ന ഒരു പ്രസ്താവന. അദ്ദേഹം പറയുന്നത് ഹോർമുസിൽ നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ, അപ്പൊ അതിനിടയ്ക്ക് ട്രംപ് പറയുന്നുണ്ട് പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തടഞ്ഞു വെച്ച ആസ്തികൾ കുറച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ട്രംപ് പറയുന്നത് 91 ദശലക്ഷം ആളുകളുണ്ട് ഇറാനിൽ. അപ്പൊ അതുങ്ങൾ പട്ടിണി കിടക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി പൈസയെ കൊടുത്തിട്ടുള്ളതെന്നാണ്
പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്, അത് ഇതിലും വലിയ പ്രശ്നമാണ്. ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കൽ വേണ്ടി തുറന്നു തരണമെന്ന് ഇറാൻ പറയുന്ന ആണവ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ആണവ ബോംബ് ഉണ്ടാക്കത്തില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആത്മീയ നേതാവ്, പരമോന്നത നേതാവ് ഖമേനി നൽകിയ ഉറപ്പാണ്. അത് ഞങ്ങൾ തെറ്റിക്കത്തില്ല. പക്ഷെ അതിന്റെ ചർച്ച ഇപ്പൊ നടത്താൻ പറ്റത്തില്ല. ആദ്യം ഈ ചർച്ച നടക്കട്ടെ. അതായത് ലെബനനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ ചർച്ച. അത് ഇസ്രായേൽ ചോദിക്കുന്നത് ഞങ്ങൾ ഇതിന്റെ പാർട്ടല്ല, ലെബനനും ഇതിന്റെ പാർട്ടല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ വെച്ച് ചർച്ച? അതായത് നമ്മൾ മുമ്പ് ആ തുടരുന്ന തമ്പ് കൊടുത്തിരുന്ന ആ വാർത്തയിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ഇപ്പൊ സ്റ്റാൻഡ്. ഒരു പുകമുറയ്ക്കുള്ളിലാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇത് എന്താണ് അവിടെ നടന്നതെന്നോ എന്താണെന്നുള്ളതോ അറിയില്ല. ഇവർ രണ്ടു കൂട്ടരും പുറത്തു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇത് എങ്ങും എത്തിയിട്ടുമില്ല, ഒരു ഇതുമില്ല. തൽക്കാലം ഇതിനെ നമുക്ക് ഒറ്റവാക്കി പറയാം, വെടിനിർത്തൽ. ഒരു വെടിനിർത്തൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വെടി പൊട്ടിക്കാതെ ഒരു വെടിനിർത്തൽ, അത്രയും മാത്രം ഇപ്പൊ തൽക്കാലം കരുതിയാൽ മതി. ഇനി അടുത്തത് എന്താകും എന്നുള്ളത് പിന്നീട് നോക്കിയിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.